ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ട്രാറ്റജീനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചോ അങ്ങനെയൊന്നുമല്ല ഇന്ന് സംസാരിക്കാൻ വരുന്നത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരുപാട് പേർക്ക് കോട്ടക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബിനോമിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പെഷ്യലി കോട്ടക്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ബിനോമിനെ കുറിച്ച് സംസാരിക്കാം. കാരണം നമ്മൾ കോട്ടക്സിലും ട്രേഡ് ചെയ്യുന്നുണ്ട്, ബിനോമിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, കാരണം കുറച്ച് ലെങ്തി ആയ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് മായാവി ട്രേഡിങ് AI സിഗ്നൽസ് കൊടുക്കുന്ന ബിനോമോ ഉണ്ട്, AI സിഗ്നൽസ് കൊടുക്കുന്ന കോട്ടക്സിൻ്റെ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന മെയിൻ ചാനൽ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബിനോമോൻ്റെ VIP ഗ്രൂപ്പുണ്ട്, കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പുണ്ട്, അതേപോലെ അൾട്രാ ഗ്രൂപ്പിൻ്റെ VIP ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. ഇത് അൾട്രാ ഗ്രൂപ്പിൻ്റെ ഫ്രീ ഗ്രൂപ്പ് ഇപ്പോൾ വരുന്നുണ്ട്, ഒരു 1 മന്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇതിലേക്കാണ്. ഓക്കെ, അതിൻ്റെ അതിൻ്റെ ഗ്രൂപ്പാണിത്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 15 മുതലാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പ് 2.0 അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ അൾട്രാ ഗ്രൂപ്പിൻ്റെ ഫ്രീ ഗ്രൂപ്പില്ലേ, അതെല്ലാവരും ചേരുമല്ലോ അതിലേക്ക്, ഫ്രീ ഗ്രൂപ്പായതുകൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9/9/2024 ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സർവീസുകളുള്ളത്. ഓക്കെ, ഇപ്പോൾ ബിനോമോൻ്റെ AI എന്ന് പറയുന്നത് നമ്മളിത് ബിനോമിൻ്റെ AC ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് സിഗ്നൽ ഒരു മണിക്ക് മുമ്പ്, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് 1 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഇതേപോലത്തെ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ 1 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചാർട്ട് കൈ കിട്ടും. ഈ ചാർട്ടിൽ എന്താ ഉള്ളത്? കറൻസീൻ്റെ പേരുണ്ടാവും, ഏതാണ് AI എന്നുള്ളതുണ്ടാവും, കറൻസീൻ്റെ പേരുണ്ടാവും, 1 മിനിറ്റ് എന്നുണ്ടാവും, ഏത് സൈഡിലേക്കാണ് ട്രേഡ് എടുക്കേണ്ടത്. നിങ്ങൾ ഒന്ന് അപ്പ് ഡൗൺ അങ്ങനെയല്ല. ഈ സിഗ്നൽസ് തരുന്നത് ഇത് മുഴുവനും ഡൗൺ സൈഡിലേക്കായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും. അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ 1 സ്റ്റെപ്പ് MTG എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് AIയിൽ നിങ്ങൾക്ക് ഒരു സിഗ്നൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും സിഗ്നൽ കിട്ടുക. അതിനുശേഷം രാത്രി അതിൻ്റെ റിസൾട്ട് ഇതേപോലെ നമ്മൾ ഇടുന്നതാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ റിസൾട്ട്, നമ്മുടെ AIൻ്റെ റിസൾട്ട്. ഇത് ബിനോമോൻ്റെയാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് കോട്ടക്സിൻ്റെയും. മനസ്സിലാവും. ഞാൻ കുറച്ച് താഴോട്ട് കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴോട്ടുള്ളത് കാണിക്കാത്തത്. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ റിസൾട്ടും കാര്യങ്ങളും വരുന്നത് കോട്ടക്സിൻ്റെ ആയാലും. ഓക്കെ, ഇനി ബിനോമോൻ്റെ VIP ഗ്രൂപ്പ്, ഇത് VIP ഗ്രൂപ്പിന് ഇത് ഫ്രീ ഗ്രൂപ്പാണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ബിനോമോൻ്റെയും സിഗ്നൽസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ കോട്ടക്സിൻ്റെ ഇപ്പം ഞാൻ താൽക്കാലികമായിട്ടൊന്ന് നമ്മൾ അൾട്രാ ഗ്രൂപ്പ് ഫ്രീ ഉണ്ട്, അതുപോലെ തന്നെ 2.0 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്യുക കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പിലേക്ക്. ഓക്കെ, അതുപോലെ തന്നെ അൾട്രാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 100% മണി മാനേജ്മെൻറ്റ് വെച്ച് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഏതൊരു ഗ്രൂപ്പിലും നമ്മുടെ ലോസ് എന്ന് പറയുന്ന സംഗതി ഇല്ല. എന്നാൽ പോലും ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് വെച്ച് ഇത്ര പെർസെൻറ്റേജ് ക്യാപിറ്റൽ ഇപ്പോൾ ഉണ്ടോ 6.1% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ക്യാപിറ്റലിൻ്റെ, ഓവറോൾ ക്യാപിറ്റലിൻ്റെ. ഇതെങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നത്? ഇതേപോലെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെയായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അതേപോലെ ഇതുപോലെ അഡ്വാൻസ് സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ അഡ്വാൻസ് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അത് മാർക്കറ്റ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് സിഗ്നൽസ് കിട്ടും. മാർക്കറ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതേപോലെ കണ്ടോ ലൈവ് സിഗ്നൽസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. ഇനി ലൈവ് സിഗ്നൽസ് പ്ലസ് അഡ്വാൻസ് സിഗ്നൽസുകൾ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് എല്ലാ സംഗതികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇത് അൾട്രാ ഗ്രൂപ്പാണ്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അൾട്രാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ്. മനസ്സിലാവുന്നോ?
ഇതേപോലുള്ള സമയങ്ങൾ. ഇനി നമ്മൾ സെക്കൻഡ് അല്ല, സോറി, ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. 5th ഓഗസ്റ്റ് മുതൽ, ഓക്കെ, 5th ഓഗസ്റ്റ് മുതൽ നമ്മുടെ ടൈമിങ്സൊക്കെ ഇതേപോലെ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ കംപ്ലീറ്റ് ആയിരിക്കും. സാറ്റർഡേ കംപ്ലീറ്റ് പ്യുവർലി സാറ്റർഡേ വരെ ഇതുണ്ട്, സിഗ്നൽസ് ഉണ്ട്. പക്ഷേ VIP ഗ്രൂപ്പിൽ മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. പക്ഷേ അൾട്രാ ഗ്രൂപ്പിൽ സാറ്റർഡേ ഉണ്ട്. സാറ്റർഡേ അഡ്വാൻസ്ഡ് സിഗ്നൽസ് ആയിരിക്കും. അഡ്വാൻസ് സിഗ്നൽസ് ഒന്നും നിങ്ങൾ ഒരു പ്രശ്നമില്ല, കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാം. ഇതുണ്ടോ, ഇതാണ് ട്രേഡിങ്ങിൻ്റെ, കണ്ണും പൂട്ടി എടുക്കാം നിങ്ങൾക്ക്, ഒരു പ്രശ്നമില്ല. മിനിമം ഞാൻ പറയുന്നത് ക്യാപിറ്റലിൻ്റെ 2% നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 2% ഒന്നുമല്ല, 5% ഒന്നുമല്ല, 6% ഒക്കെ അങ്ങോട്ട് കിട്ടും. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് 1 സെക്ഷനിൽ 2% നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 സെക്ഷനിൽ 2% കിട്ടുകയാണെങ്കിൽ 5 സെക്ഷൻ ഉണ്ടെങ്കിൽ പെർ ഡേ 10% ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ്, എല്ലായിടത്തും ഒരു ഒരു വാള് നമ്മുടെ തലേൻ്റെ മേലെ തൂങ്ങിക്കിടക്കുന്നത് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റാണ്, മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനാണ്. എത്ര മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ ആയാലും നമ്മൾ ട്രേഡ് പോസിറ്റീവിലേക്ക് എത്തിക്കാൻ നമ്മൾ 100% നമ്മൾ ശ്രമിക്കും. ഓക്കെ, പിന്നെ പഴയ സ്ട്രാറ്റജി ഒന്നുമല്ല. പഴയ സ്ട്രാറ്റജി ഒരുപാട് ട്രേഡ് എടുക്കണമായിരുന്നു. ഒരുപാട് ട്രേഡ് എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാനൊക്കെ. ഇപ്പോൾ ആ സ്ട്രാറ്റജിയൊക്കെ മാറി, നമ്മൾ മണി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ മാറി, എല്ലാം മാറി. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ. ഇത് തന്നെയാണ് ഞാൻ എല്ലാത്തിനും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നടക്കുന്ന ട്രേഡിൻ്റെ സമയം ഇതാണ് കേട്ടോ, ഇതാണ്. ഇപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ സമയങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലക്ച്വേഷൻ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ കളയുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാർക്കറ്റിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ട്രേഡും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ആകുന്നത് 1 മന്ത് ഫ്രീ ആണ്. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് 1 മന്ത് ഫ്രീ ആയിട്ടുള്ള നമ്മൾ 5th മുതൽ സ്റ്റാർട്ട് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 40 പേരോളം ഇതിൽ ജോയിൻ ആയി. ഫ്രീ ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിൽ ജോയിൻ ആവുന്നവർക്ക് നമുക്ക് VIP ഗ്രൂപ്പിൻ്റെ കോട്ടക്സിൻ്റെ VIPൻ്റെ 2.0 കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. 2.0 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ സ്ട്രാറ്റജി നോക്കിയേ, എല്ലാം ഒരേ സ്ട്രാറ്റജിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇനിയാണ് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓവറോൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു പുതിയൊരു വ്യക്തി, ഒരു ന്യൂ ബിഗിനർ ആയാലും ശരി, ഒരു ഇനി എക്സ്പീരിയൻസ് ആയാലും ശരി, ആരായാലും ശരി, നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മായാവി ട്രേഡിങ്ങിൻ്റെ മെയിൻ ഗ്രൂപ്പിൽ പോവുക. മെയിൻ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാം, ഹൗ ടു ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വോയിസ് ഉണ്ടാവും. ആ വോയിസ് നിങ്ങൾ കേൾക്കുക. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കണം. ഇതെന്താണെന്നുള്ളത് മലയാളത്തിലാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം നിങ്ങൾ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുണ്ടോ കോട്ടക്സ് ലിങ്ക് കണ്ടോ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെബിലേക്ക് പോപ്പപ്പ് ആവും, അല്ലെങ്കിൽ അതിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ബിനോമിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇവിടെ ബിനോമിൻ്റെ ഉണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് താഴെ കഴിഞ്ഞാൽ ബിനോമിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോട്ടക്സിൻ്റെ അക്കൗണ്ട് ആയാലും ശരി, ബിനോമിൻ്റെ അക്കൗണ്ട് ആയാലും ശരി, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫൈലിൽ പോയി അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ജിമെയിൽ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ജിമെയിൽ ഉണ്ടാക്കണം എന്നല്ല. നിങ്ങൾ കോട്ടക്സിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ബിനോമിൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഇമെയിൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, ജിമെയിൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, അത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഐ ഡി എനിക്ക് അയച്ചു തരിക വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഡെപ്പോസിറ്റ് 2500 rupees നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, 2500 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുക. അതിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് VIP ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് അൾട്രാ ഗ്രൂപ്പും.
ഒരു വ്യത്യാസമില്ല. അൾട്രാ ഗ്രൂപ്പിലുമായാലും ഇത് അൾട്രാ ഗ്രൂപ്പിലും അത് ഇതുപോലെ തന്നെയാണ്, സെയിമാണ്, ഒരു വ്യത്യാസവുമില്ലാതെ എന്ത് പറയാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അൾട്രാ ഗ്രൂപ്പും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കണ്ടോ, ഇതേപോലെ തന്നെയാണ്. ഈ ലിങ്ക് കാണും, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ എനിക്ക് ഐഡിയ അയച്ചു തന്നത് എല്ലാം ചെയ്യുക. ഓക്കെ, ബിനോമയ്ക്ക് അൾട്രാ ഗ്രൂപ്പ് ഇല്ല, ഓൺലി കോട്ടക്സിന് മാത്രമേ അൾട്രാ ഗ്രൂപ്പ് നിലവിലുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി, ഇനി നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി പാലിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ചെറിയ ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഇത് വരും. കണ്ടോ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ വന്നിട്ട് ഇവിടെ ചിലപ്പോൾ 3 minutes ആയിരിക്കും, അല്ലെങ്കിൽ 1 hour ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇനി 1 minute ആയിരിക്കാം, ഇവിടെ നിങ്ങൾ 1 minute എന്നാക്കുക. ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ 1 minute തൊട്ട് താഴെ ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബാർസാന്ന് വെക്കുക, ഇങ്ങനെ ബാർസാന്ന് വെക്കുക. ഇവിടെ നിങ്ങൾ വന്നിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് ആക്കുക. അങ്ങനെ ഇങ്ങനെ മാറിക്കിടക്കുകയാണെങ്കിൽ മാത്രം ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് ആക്കിയാൽ മതി. ഓക്കെ, ഇതാണ് മെയിൻ 2 കാര്യങ്ങൾ ഇവിടെയുള്ളത്. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ഇവിടെയുള്ള സമയമോ ഇവിടെയുള്ള ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യമാണ്, തൊട്ട് താഴെയുള്ള കാര്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഇൻഡിക്കേറ്ററുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇൻഡിക്കേറ്റർ ഒന്ന് ആഡായി, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ എത്ര ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇതാ ഇവിടെ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നത്. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റർ നിങ്ങൾക്കത് വേണ്ടെന്നാണെങ്കിൽ ഇത് ഈ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ ഇൻഡിക്കേറ്റർ അവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി വേണ്ടത് എന്താ? ഇനി നിങ്ങൾക്ക് ഇതിൽ സപ്പോർട്ട് ലൈന്, ഹൊറിസോണ്ടൽ ലൈന് ഇതൊക്കെ വരയ്ക്കണം. ഇതൊക്കെ ഒന്ന് വരച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇവിടെ ഒരു പെൻസിലിൻ്റെ ഒരു അല്ലെങ്കിൽ പെന്നിൻ്റെ ഒരു പിക്ചർ കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രെൻഡ് ലൈൻ ഉണ്ട്, ട്രെൻഡ് ലൈൻ ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് സംഗതികൾ ഇവിടെ ഉണ്ട്. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ സാധനം വരയ്ക്കുന്നു. ഉണ്ടോ, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വന്നു. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് ഞാൻ, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ കോപ്പി എടുക്കുന്നതാണ്. ഇവിടെ കണ്ടോ, കോപ്പി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 1 more കോപ്പി ഇവിടെയായി. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് മാറ്റാം. ഉണ്ടോ, ഇവിടെ കളർ മാറ്റി. ഇവിടെ ഇതിന് കുറച്ചും കൂടെ നമുക്ക് കാണാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ടിക്ക് ആക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇനി ഇത് ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഞെക്കുക, അവിടെ തീർന്നു. ഓക്കെ, അതവിടെ പോയി. ഓക്കെ, ഇനി ഇതുപോലെ പല ഇതുണ്ട് കേട്ടോ. ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്, കർവ് ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് റേഞ്ച് ഉണ്ട്, എല്ലാ സാധനമുണ്ട്. ഫിബൊനാച്ചി ഫാൻ ഉണ്ട്, ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ഉണ്ട്. ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൂളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ബെസ്റ്റ് ടൂളാണ്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. നിങ്ങൾ എന്താ പറയുക, ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കുന്ന പറ്റുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലസ് ബട്ടണിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെയർ മൊത്തം കാണാം. അപ്പോൾ ഈ മൊത്തം പെയറും നമുക്ക് ഓടിപ്പോയിട്ട് നോക്കാനോ ഇതാക്കാനോ സെലക്ട് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഇപ്പോൾ എനിക്ക് യൂറോ USDൻ്റെ പെയർ വേണമെങ്കിൽ നമ്മൾ യൂറോ, ഓക്കെ, യൂറോൻ്റെ എന്താണ് EUR, ഓക്കെ, USD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് USD വരും. അപ്പോൾ USD വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 2 ടൈപ്പിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് പെയേഴ്സാണുള്ളത്.
ഒന്ന് OTC മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെയറിൻ്റെ ഒപ്പം OTC എന്ന് എഴുതിയിട്ടുണ്ടാവും, അതാണ് OTC മാർക്കറ്റിൻ്റെ പെയറും. അതുപോലെ തന്നെ റിയലിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു മിനിറ്റ്, AUDJP, ഇത് കണ്ടോ, ഇവിടെ OTC എന്ന് എഴുതിയിട്ടുണ്ടോ, നോക്കിയേ, ഇവിടെ OTC ഉണ്ടോ, ഇത് റിയലാണ്. അപ്പോൾ OTC എന്ന് എഴുതാത്തതൊക്കെ റിയൽ മാർക്കറ്റാണ്. റിയൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് മറ്റേ ലൈവായിട്ട് നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ ചാർട്ടിനെയാണ് എന്താ പറയുന്നത്, റിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് റിയലാണ്, ലൈവ് എന്ന് പറയും, അല്ലെങ്കിൽ റിയൽ എന്ന് പറയും. ഇനി OTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ബ്രോക്കേഴ്സുകൾ എന്ന് വെച്ചാൽ ഈ എക്സ്ചേഞ്ചൊക്കെ ഓഫായിരിക്കും, അല്ലെങ്കിൽ ഈ പെയറിൻ്റെ ഇതൊക്കെ ചാർട്ടൊക്കെ ഓഫായിരിക്കും, ഒക്കെ റിയൽ ഓഫായിരിക്കും. അപ്പോൾ അവർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാഫാണ് OTC എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് മോണിറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതാത് പ്ലാറ്റ്ഫോം ആയിരിക്കും. എന്ന് വെച്ചാൽ കോട്ടക്സോ അല്ലെങ്കിൽ ബിനോമിയോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ സ്വന്തമായിട്ടുള്ള ഗ്രാഫായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, മാനിപ്പുലേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും OTCയിൽ ഉണ്ടാവുക. പക്ഷേ ആ OTCൻ്റെ ക്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, റിയലും ട്രേഡ് ചെയ്യും നമ്മൾ, OTCയിലും നമ്മൾ ട്രേഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു, നിങ്ങൾ ഒരു പെയർ കണ്ടു, അത് സെലക്ട് ചെയ്ത് വെച്ചു, അത് പിന്നെ അത് ഡിലീറ്റ് ചെയ്തു, പിന്നെ അത് ഇവിടെ ഇൻറ്റു മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോകും. കണ്ടോ, ഈ ഇൻറ്റു മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി പോകും. ഇനി നിങ്ങൾക്ക് ആ പെയർ എപ്പോഴും നിങ്ങൾക്കത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെയറിൻ്റെ അവിടെ ആ പെയറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് കണ്ടോ, ഈ സ്റ്റാർ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമ്മൾ എന്തായി, സ്റ്റാർ ചെയ്തു, സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് ആയിട്ട് ആ സ്റ്റാർ ചെയ്തത് മുഴുവൻ നമുക്ക് പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇതാണ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതെങ്ങനെ ആഡ് ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഗ്രാഫ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം, ഇവിടെ ഗ്രാഫ് ആഡ് ചെയ്ത് ഇവിടെ നോക്കിക്കേ, ഇവിടെയും ആഡഡ് എന്ന് വന്നു. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇതാക്കുന്നത്, ഇനി മെയിനായിട്ടൊരു കാര്യം ഇവിടെ കണ്ടോ, ഇതിൻ്റെ താഴെ കണ്ടോ 84, 92, 93, 93, 83, 84 എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അതുപോലെ 73 ഇവിടെ കണ്ടോ 73 എന്നുള്ളത്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കണം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ $1 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 100 രൂപ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 73% നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 73% നിങ്ങൾക്ക് ഇവർ ഈ ഒരു പെയർ ഈ ഒരു സമയത്ത്, എപ്പോഴുമല്ല, ഈ ഒരു പർട്ടിക്കുലർ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 80 80 മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുകയുള്ളൂ. ഇത് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നല്ല, നമുക്ക് ബെനിഫിറ്റ് നമുക്ക് കിട്ടണ്ടേ, നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് 80 മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ട്രേഡ് ചെയ്യാൻ പാടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കറക്റ്റായിട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോട്ടെ. ഇവിടെ ഇപ്പോൾ ഇത് എല്ലാ ആൾക്കാരും എനിക്ക് വരുന്ന ഒരു ഒരു നോർമൽ ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ നോർമലായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ മിനിമം ഡെപ്പോസിറ്റ് 2500 rupees എന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മിനിമം എല്ലാവരും ഞാൻ ആരെയും മോശമായിട്ട് സംസാരിക്കാനോ ആരുടെയും സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ കൈ കടത്തോ ഒന്നുമല്ല. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഇവിടെ നിങ്ങൾ വന്ന് എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ഒരു 5 minutes ഫ്രീ ടൈം കിട്ടും, അല്ലെങ്കിൽ ഒരു ½ hour ഫ്രീ ടൈം കിട്ടും, അല്ലെങ്കിൽ ഒരു 1 hour ഫ്രീ ടൈം കിട്ടും. ആ ഫ്രീ ടൈമിൽ ഞാൻ വന്നിട്ട് എനിക്ക് ആ ട്രേഡ് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ ആ ട്രേഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്ന് ട്രേഡ് ചെയ്താൽ എനിക്കത് മതി എന്ന് വിചാരിക്കുന്ന ഒരു മേഖലയല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് പഠിക്കാം. 1 hour നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം.
ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. പക്ഷേ റിയൽ റിയൽ അക്കൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ഹാഫ് ആൻ അവറിൽ എനിക്കൊരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രീ ഇത് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ട്രേഡിങ്ങിനെ കാണരുത്. യു ഡോണ്ട് അപ്രോച്ച് ലൈക്ക് ദാറ്റ്. ഓക്കെ, സി ട്രേഡിംഗ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ഒരു ബിസിനസ്സായിട്ട് നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടറായിട്ട് തന്നെ കാണുന്ന ഒരു പാസീവ് ഇൻകമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ 2500 രൂപയിൽ അബിയേട്ടാ ഞാനൊരു 1000 രൂപ ഇട്ടാൽ മതി, 500 രൂപ ഇട്ടാൽ മതിയോ എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് 2500 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ഞാൻ ഇപ്പോഴും പറയുന്നു അതൊരു സക്സസ്ഫുള്ളായിട്ടൊരു ട്രേഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല. പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ സാധിക്കില്ല. 2500 രൂപ കൊണ്ട് നിങ്ങൾ എത്ര ട്രേഡ് എടുക്കണം നിങ്ങൾ? ഓക്കെ, അത്രയും ട്രേഡ് എടുക്കാൻ നമ്മുടെ മാർക്കറ്റ് നമ്മളെ സമ്മതിക്കുമോ? മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോഴും ശ്രദ്ധിക്കുക, കൂടുതൽ സമയം ഇരുന്നാൽ നമ്മുടെ കയ്യിലെ പൈസ മുഴുവൻ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ട്രേഡ് എടുത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ട്രേഡ് എടുത്ത് ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കൊള്ളുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ കടൽത്തീരത്ത് പോയി നിൽക്കുന്ന പോലെ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കടലിലൊക്കെ ആദ്യമൊക്കെ നിൽക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് ഇവിടെ തീരത്ത് കടലിൽ വെള്ളം വരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നമുക്ക് വെള്ളം അങ്ങനെ തട്ടി നമ്മുടെ കാലിലൊക്കെ അങ്ങനെ തഴുകി വരുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. കുറച്ചും കൂടി കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ കാലിങ്ങനെ താഴാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ മറിഞ്ഞിട്ട് വീഴാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അതേപോലെയാണ്. ആദ്യം നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടും. നമ്മളപ്പം കുറച്ചും കൂടി കൂടുതൽ നേരം മാർക്കറ്റിൽ ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പതുക്കെ ഇതെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, പെട്ടെന്ന് ഇറങ്ങുക. പിറ്റേ ദിവസമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും നിങ്ങളൊക്കെ പോയാലും ഈ ലോകത്ത് നിന്ന് വിട്ടുപോയാലും മാർക്കറ്റ് എന്ന് പറയുന്ന സംഗതി ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതി ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇന്ന് പോയി അല്ലെങ്കിൽ ഒരു സെക്ഷൻ പോയി അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിൽ മിസ്സായിപ്പോയി, ഒരു സിഗ്നൽ എനിക്ക് കിട്ടിയില്ല, അടുത്ത സിഗ്നലുണ്ട്, അടുത്ത ദിവസമുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഒരു ഹറിബറി അല്ലെങ്കിൽ ഒരു ഇതും കാണിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ 2500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയെങ്കിലും നമ്മൾ ചെയ്തില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ചായകൻ്റെ ഒരു കാരിയർ തൂക്കിക്കൊണ്ട് നടന്ന് ഡെയിലി വിൽക്കുന്നവന് അവന് വേണം ഏകദേശം 10,000 രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ പൈസ നിങ്ങളിതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്താ പറയുക, നിങ്ങൾക്ക് ഇത്രയേ സാമ്പത്തികമുള്ളൂ, ഞാൻ നിങ്ങളെ മോശമായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നതല്ല. നമ്മളൊരു ഇതിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുക അതിനായിട്ട് ചെയ്യുക. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു മിനിമം $100. ഓക്കെ, പക്ഷേ ഇവിടെ $25 നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് കയ്യിൽ എന്തെങ്കിലും ഒരു ദിവസം എനിക്കൊരു 500 രൂപ ഒരു പ്രോഫിറ്റ്, അല്ലെങ്കിൽ 500 ഒരു 1000 രൂപ 2000 രൂപ എനിക്ക് പ്രോഫിറ്റ് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ 2000 രൂപ കിട്ടിയ കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള ഒരു ചിന്താഗതി വേണമെങ്കിൽ ഒരു മിനിമം നമുക്ക് ആ ഒരു എമൗണ്ട് വേണം. ആ എമൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് ലോസിനെ റിക്കവർ ചെയ്യാനുള്ള സാവകാശം. ഇപ്പോൾ ലോസ് വന്ന് എല്ലാ സിഗ്നൽസും പ്രോഫിറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ സിഗ്നൽസിനും. അപ്പോൾ ഒരു സിഗ്നൽ തന്നു, അത് ലോസായി, അടുത്ത സിഗ്നലിൽ നമ്മൾ ആ ലോസിനെയും കൂടെ റിക്കവർ ചെയ്ത് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തണം. റിക്കവർ ചെയ്താൽ മാത്രം പോരാ, അത് പ്രോഫിറ്റിലേക്കും കൂടെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വേണം. മനസ്സിലാവുന്നോ? ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ വിൽ പ്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എല്ലാ ആൾക്കാരും ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കാണുന്ന ഈ വീഡിയോ കാണുന്നൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക, ക്യാപിറ്റലാണ് ഒരു ട്രേഡിങ്ങിൻ്റെ, എസ്പെഷ്യലി ബൈനറിയിൽ ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കണോ ലോസ് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ട്രേഡ് എടുത്തു, 100 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു, ലോസായി. 200 അത് നമ്മൾ MTG ഇട്ടു, 200 രൂപയ്ക്ക് ഇട്ടു, ലോസായി. 400 രൂപയ്ക്ക് ഇട്ടു, ലോസായി. 800 രൂപയ്ക്ക് ഇട്ടു, ലോസായി. 1600 രൂപയ്ക്ക് ഇട്ടു, ലോസായി. ഞാൻ ഇങ്ങനെ ആവുന്നല്ല പറയണം, ഞാനൊരു എക്സാമ്പിൾ പറയാം. 3200 രൂപയ്ക്ക് ഇട്ടു, അത് വിന്നായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2000 രൂപയുള്ളവൻ എന്തായി? 2000 രൂപയുള്ളവന് അവിടെ എന്ത് പറ്റി? അവിടെ അക്കൗണ്ട് വാഷ് ഔട്ടായി. നമുക്കൊന്നും പറയാൻ പറ്റില്ല, മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ചിലപ്പോൾ അങ്ങനെയൊക്കെ തരും. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുക.
ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞ് എത്രയോ ലക്ഷം ബില്യൺ ഡോളേഴ്സൊക്കെ, വേൾഡ് മാർക്കറ്റ് ഇടിഞ്ഞ് ബില്യൺ ഡോളേഴ്സൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ട് അല്ലേ. നിഫ്റ്റിയൊക്കെ ഇടിഞ്ഞ് ഏറ്റവും താഴെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. അപ്പോൾ 2000 റുപ്യ ഉള്ളവനല്ല, ഞാൻ എന്തുകൊണ്ട് 500 റുപ്യ ഇടല്ലേ എന്ന് പറയണത്. അപ്പോൾ 500 രൂപ ഇട്ടവൻ എന്തായി, 500 രൂപ ഇട്ട എന്തായി, അവൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ടായി. പക്ഷേ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ഉള്ളവൻ എന്തായി, അവന് ആറാമത്തെ ട്രേഡിൽ, ആറാമത്തെ സിഗ്നലിൽ അവന് വിന്ന് കിട്ടി. അവനെന്തായി, അവൻ പ്രോഫിറ്റ് കിട്ടി. അവൻ കംപ്ലീറ്റ് അവിടെ മുതൽ 1 മുതൽ 5 വരെയുള്ള ലോസ് അവന് ആറാമത്തെ സിഗ്നലിൽ അവൻ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. അവൻ എന്നിട്ട് പ്രോഫിറ്റായി പറയും. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഒരു മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മണി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകമായിട്ട് മണി മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്. ഇതൊക്കെയാണ് സത്യം. ഇതൊന്നും ആരും പറയാൻ പോകുന്നില്ല. ഇപ്പോൾ $10 കയറിക്കോ, $10 ട്രേഡ് ചെയ്തോളൂ. നിങ്ങളുടെ ക്യാപിറ്റൽ $10 മതി, ക്യാപിറ്റൽ $25 മതി എന്ന് പറയുന്നതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസ്ക് റിവാർഡ് നിങ്ങൾ എത്രത്തോളം എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ അപേക്ഷിച്ചിരിക്കും നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. കുറച്ച് ബോറടിയുള്ള കാര്യങ്ങൾ, ആ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ബോറടിച്ചവർ ക്ഷമിക്കുക. പുതിയ ആയിട്ട് ആൾക്കാരാണെങ്കിൽ അവർ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ടാക്സിനെ പറ്റിയിട്ടായിരിക്കും. ടാക്സ് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമൻ്റ് എന്നല്ല, മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ ടാക്സിനെ കുറിച്ച്, ടാക്സ് എങ്ങനെയാണ്, എന്താണ് ടാക്സ്, എങ്ങനെയാണ് നമ്മളൊരു ബൈനറി ട്രേഡർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ വലിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്കാണ് കേട്ടോ, പ്രോഫിറ്റ് കിട്ടുന്നവർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടാക്സ് പേ ചെയ്തത്, എനിക്ക് എത്രയായിരുന്നു, എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് ഏകദേശം 18.5 ലക്ഷം രൂപയാണ് ടാക്സ് വന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.